ഹീമാൻ തിയേറ്ററിൽ പോയി കണ്ടു. ഹീമാൻ എൻ്റെ ഒരു നൊസ്റ്റാൾജിയാണ്. കാരണം ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് അച്ഛൻ എപ്പോഴും വീട്. വാടകയ്ക്ക് താമസിക്കുമ്പോഴും വീട് വാങ്ങിച്ചപ്പോഴും ഒക്കെ സ്കൂളിനോട്, ഞങ്ങളുടെ സ്കൂൾ എവിടെയാണോ അതിനോട് ചേർന്നിട്ടാണ് അച്ഛൻ വീട് വാങ്ങിക്കുക. അപ്പോൾ സ്കൂൾ വിട്ട് നേരെ വീട്ടിൽ ചെന്ന് കയറിയിട്ട് നമുക്ക് കാർട്ടൂണുകൾ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. എൻ്റെ കൂടെ പഠിക്കുന്ന പലർക്കും അതില്ല. കാരണം പലരും ബസ്സിലൊക്കെ കയറി 5 മണിക്ക് 6 മണിക്കൊക്കെ വീട്ടിൽ ചെന്ന്, പിന്നെ അവർക്ക് കളിക്കാൻ പോകാനുള്ളൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നമുക്ക് കളിക്കാൻ പോക്കെന്ന് പറയുന്നത് ഒരു 6ാം ക്ലാസ് വരെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആ പരിപാടിയും കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ നേരെ വരിക, കാർട്ടൂൺ എന്തെങ്കിലും കാണുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ. അങ്ങനെ കണ്ടിരുന്ന പല കാർട്ടൂണുകളിൽ സ്വാറ്റ് കാറ്റ്സ് ഒക്കെ ഇപ്പോഴും എൻ്റെ ഭീകര നൊസ്റ്റാൾജിയാണ്. അതുപോലൊരു നൊസ്റ്റാൾജിയാണ് ഹീമാൻ കണ്ടുകൊണ്ടിരുന്ന കാലം. എനിക്ക് ഹീമാൻ്റെ കോമിക് കഥയൊന്നും അറിയില്ല. ഒരുപാട് ആളുകളുണ്ട് കോമിക് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള, ഇതിന് മുമ്പ് വന്നിട്ടുള്ള സിനിമകളായിട്ട് ഇതിനെ കണ്ടിട്ടുള്ള. ഞാൻ പക്ഷേ ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് ടി വിയിൽ വരുന്ന ഒരു 10-20 മിനിറ്റ് മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞു കാർട്ടൂൺ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ആ ക്യാരക്ടർ ഇപ്പോഴും മനസ്സിലുണ്ട്. ആ പച്ചക്കടുവയും പുള്ളി മറ്റേ വാള് ഉയർത്തുന്നതും ഇടിമിന്നലും അതിങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. ആ ഒരു നൊസ്റ്റാൾജിയുടെ പുറത്ത് മാത്രമാണ് ഹീമാൻ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോയത്. മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ്. എനിക്ക് പക്ഷേ ഈ ഹീമാൻ ചേമാൻ ഷേമാൻ എന്നൊക്കെയാണ് പറയാൻ തോന്നുന്നത്. ഒരു ഫീലില്ലായിരുന്നു, ഒരു 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 സാധനമില്ലായിരുന്നു. നമ്മൾ ഇതുവരെയൊക്കെ കണ്ടിട്ടൊക്കെയുള്ള ടിപ്പിക്കൽ സൂപ്പർ ഹീറോ സിനിമകളിലൊക്കെ കണ്ട് മറന്നിട്ടുള്ള കാര്യങ്ങൾ, കണ്ട് മടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഒരു പുതുമയുമില്ലാതെ അനവസരത്തിലുള്ള കോമഡിയൊക്കെ ആയിട്ട് പെർഫോമൻസ് വൈസും അത്ര അട്രാക്റ്റീവായി തോന്നാത്ത ഒരു ബിലോ ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് ഹീമാൻ ഫീൽ ചെയ്തത്. ആ നൊസ്റ്റാൾജിയിൽ നിന്നുകൊണ്ട് കാണാൻ കൊതിച്ചു പോയ കുഞ്ഞുണ്ണി, കുഞ്ഞായിരുന്ന കാലത്തിൻ്റെ മനസ്സിൻ്റെ അത്. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തി കളഞ്ഞു. പച്ചക്കടുവ, എനിക്ക് ഇത് ഹോളിവുഡിലായതുകൊണ്ടാണ്. നമ്മൾ മലയാളത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ഹോളിവുഡിലെ ആനിമേഷനൊക്കെ വിമർശിക്കാൻ നീ ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് ചില ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. കാശില്ലെങ്കിൽ ചെയ്യാൻ പോരുത്. ഇവർ നല്ലോണം പൈസ മുടക്കി ചെയ്തിട്ടുള്ള ആ മുടക്കിയതിൻ്റെ ക്വാളിറ്റി കാണാനുള്ളത് സ്കെലിറ്റർ എന്ന് പറയുന്ന ആ വില്ലൻ ക്യാരക്ടറിലാണ്. ആ സ്കെലിറ്റണിൽ അവരുടെ പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ആ കടുവ എന്തോന്നത് അതിന് ലേശം കുറച്ച് പാല് വാങ്ങിച്ചു കൊടുക്കുക എന്ന് നമുക്ക് പറയാൻ തോന്നുന്ന പോലത്തെ ആ അവസ്ഥയിലാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ കുറച്ച് സ്ക്രീൻ സ്പേസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഹീമാൻ എന്ന് പറയുന്ന നെസ്റ്റ് കിടക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു സാധനം കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് അവസാനം വരെ അവരൊന്നും ചെയ്തിട്ടില്ല. അത് ബഡ്ജറ്റിനെ ആണെങ്കിൽ അതിനും കൂടി ബഡ്ജറ്റ് ഇട്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ് അതിലെനിക്ക് പറയാൻ തോന്നുന്നത്. ആ ഒരു പോർഷനെ ഭയങ്കര മോശമായിപ്പോയി തോന്നി. പിന്നെ നമ്മുടെ നായകൻ്റെ ആണെങ്കിലും ബാക്കിയുള്ളവരുടെ ആണെങ്കിലും ഒരു 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 കൺവിൻസിങ് ഫാക്ടർ ഫീൽ ചെയ്യുന്നില്ലായിരുന്നു മൊത്തത്തിൽ. പിന്നെ നമ്മൾ ഓൾറെഡി MCUയിൽ വന്നിട്ടുള്ള കഴിഞ്ഞു പോകുന്ന സൂപ്പർ ഹീറോ പടങ്ങളൊക്കെ കണ്ടിട്ട് നോക്കുമ്പോൾ എനിക്ക് എവിടെയോ തോർ ആൻഡ് തണ്ടറിലോ ഒക്കെ വരുന്ന ആ സമയത്ത് വന്നിട്ടുള്ള അങ്ങനത്തെ വിഷ്വൽസിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പരിപാടി. പിന്നെ കുറേ കോമഡികളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടൊരു സ്പേസിൽ നിർത്തുന്നു. കോസ്റ്റ്യൂംസൊക്കെ ഭയങ്കര ഓൾഡ് പരിപാടി. മ്യൂസിക്കിലും എനിക്ക് ആ ഒരു ഒന്നുമില്ല. ഇതിലും ഭേദം ആ പഴയ കാർട്ടൂണിൻ്റെ അതിൻ്റെ ക്ലിപ്പൊക്കെ ഇപ്പോഴും കിട്ടും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അതിരുന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. ആ ഒരു ഫീൽ ഇടയ്ക്ക് ആ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ഈ സ്കെലിറ്റർ ഹീമാൻ ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് സീക്വൻസിൽ മാത്രം ശരിക്കും ഒരു കോമിക് സാധനം എന്തോ കാണുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ യൂഷ്വൽ ക്ലീഷേഡ് ടെംപ്ലേറ്റ് പരിപാടിക്ക് അപ്പുറത്തേക്ക് വളരാൻ പറ്റാതെ പോയൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത പാർട്ട് വരുമ്പോൾ ഓടിപ്പോയി കാണാനുള്ള ഒരു ത്വരയുണ്ടാക്കുകയോ ഈ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മച്ചാനെ കിണ്ണം കാഴ്ച പടം എന്ന് പറയാൻ തോന്നിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു റാൻഡം പടം ഞാൻ ചുമ്മാ തിയേറ്ററിൽ പോയി കണ്ടു. പിന്നെ എൻ്റെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഐമാക്സിലൊന്നും പോയി കണ്ടില്ല. ഇവിടെ ഏരീസ് ഫ്ലിക്സിൽ ടിക്കറ്റ് ചാർജൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ വൈകുന്നേരം പോയിരുന്ന് കണ്ടു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പിന്നെ ചില സമയത്ത് ഉറക്കം വരുന്ന പോലെ തോന്നി. ആ ഒരു വേൾഡ് ബിൽഡിങ്ങിലും ഒന്നിലും ഒരു കൺസിസ്റ്റൻ്റായി എന്തെങ്കിലും ഒന്ന് നിലനിർത്തിക്കൊണ്ട് ഒരു ഫീല് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യമൊന്നും സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ചിലപ്പോൾ നിരാശ എൻ്റെ മാത്രമായിരിക്കും. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ഗംഭീര സിനിമയായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. ഓരോ സിനിമ അങ്ങനെയല്ലേ, ഓരോ പ്രേക്ഷകനും അനുസരിച്ച് അതുണ്ടാക്കുന്ന ഫീലും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.